എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എഐയോ അല്ലെങ്കിൽ സെമി കണ്ടക്ടറിനെ പറ്റിയല്ല, പക്ഷേ ഇതൊക്കെ ഉപയോഗിച്ച് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ അല്ലെങ്കിൽ ലോകത്തെ ആദ്യത്തെ ട്രില്യനെയറായ ഒരു വ്യക്തിയെ പറ്റിയാണ്. നിങ്ങൾക്കെല്ലാം പരിചിതനായ എലോൺ മസ്കിനെ പറ്റിയാണ്. ഇന്ന് നമ്മുടെ അദ്ദേഹത്തിന്റെ ടോട്ടൽ ആസ്തി ഒരു ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ ഏകദേശം 100 ലക്ഷം കോടിക്ക് മേലാണ്. ഒന്ന് ഓർക്കുക, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മൊത്ത ആസറ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം നോക്കിയാലും ഏകദേശം 17-18 ലക്ഷം കോടി മാത്രമേ വരത്തുള്ളൂ. അപ്പോഴാണ് ഒരു വ്യക്തിയുടെ മൊത്ത അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം അതിന്റെ 5 മടങ്ങോളം വരുന്നത്. ഇനി ഇത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ സ്വപ്നം പോലും കാണാൻ ധൈര്യപ്പെടാത്ത പല കാര്യങ്ങളെ പറ്റി അദ്ദേഹം സ്വപ്നം കാണുകയും അതിനുവേണ്ടി അതൊരു 10% ചാൻസ് മാത്രമേ ഉള്ളൂ എന്നറിയാമെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പൈസയാകട്ടെ, ടൈം ആകട്ടെ, എഫോർട്ട് ആകട്ടെ ഒക്കെ 100% അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയും ആഹോരാത്രം പണിയെടുത്ത് സക്സസ്ഫുൾ ആക്കി എടുക്കുകയും ചെയ്തു എന്നതാണ് അദ്ദേഹത്തിന്റെ വിജയം. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ ഏറ്റവും അന്തിമമായ ലക്ഷ്യം എന്നുള്ളത് മനുഷ്യരാശിയെ ഇവിടെ നിന്നും നമ്മുടെ മാർസിലേക്ക്, ചൊവ്വയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഒരു സാധാരണക്കാരനായിരുന്ന, ഒരു സൗത്ത് ആഫ്രിക്കക്കാരനായിരുന്ന എലോൺ മസ്ക് ഇന്നുള്ള ട്രില്യനെയറായ എലോൺ മസ്ക് ആയത്. അതേപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് അല്ല നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. അതേപോലെ അദ്ദേഹം നടത്തിയിരിക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില പ്രെഡിക്ഷൻസ്. അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അദ്ദേഹം പറയുന്നത് നമ്മൾ അടുത്ത ഒരു 10-20 വർഷക്കാലം നല്ല ഫിറ്റ്നസോടൊക്കെ ജീവിക്കാമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ആയുസ് ഡബിൾ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിനുള്ള റിസർച്ചുകളും കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇതേപറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ സെമി കണ്ടക്ടർ വിത്ത് അജു ചാനൽ. ഇനി നമ്മൾ എലോൺ മസ്കിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, 1971 സൗത്ത് ആഫ്രിക്കയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഏകദേശം 17 വർഷത്തോളം അദ്ദേഹം അവിടെ തന്നെയാണ് ജീവിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ സയൻസിനോടും ടെക്നോളജിയോടും എക്കണോമിക്സിനോടൊക്കെ താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു. ഏകദേശം ഹൈസ്കൂൾ എത്തുമ്പോഴത്തേക്ക് അദ്ദേഹം മനസ്സിലാക്കുകയാണ്, എൻ്റെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നാ പോരാ, ഇവിടെ നിന്ന് US പോകണമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അത് മാത്രമല്ല, സൗത്ത് ആഫ്രിക്കയിൽ കമ്പൽസറി ഈ ആർമി സർവീസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നുകൂടെ ഒരു രക്ഷപ്പെടൽ കൂടിയായിരുന്നു അമേരിക്കയിലേക്ക് പോവുക എന്നുള്ളൊരു സ്വപ്നം. പക്ഷേ വിസയൊക്കെ കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ലാതിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ അമ്മ ഒരു കനേഡിയനാണ്. അപ്പോൾ ആ ഒരു കെയർ ഓഫിൽ അദ്ദേഹം 1989 കാനഡയിലേക്ക് കുടിയേറുകയാണ്. അവിടെ ഏകദേശം 2 വർഷത്തോളം അവിടുത്തെ ക്വീൻ യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേഷനൊക്കെ അദ്ദേഹം ചെയ്തു. അതിനുശേഷം 1992 അദ്ദേഹം US പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടുകയും അങ്ങനെ US അദ്ദേഹം മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അവിടെ അദ്ദേഹം ഫിസിക്സിലും എക്കണോമിക്സിലും ഗ്രാജുവേഷൻ ചെയ്തു. അതിനുശേഷം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റിയായ സ്റ്റാൻഫോർഡിലേക്ക് അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടുകയും ചെയ്യുകയാണ്. പക്ഷേ വെറും 2 ദിവസം മാത്രമാണ് അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചെലവഴിച്ചത്. അദ്ദേഹത്തിന് അവിടെ വെച്ച് വലിയ തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. ഈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അടുത്ത 4-5 വർഷം സ്പെൻഡ് ചെയ്യുന്നതിലും നല്ലത് പോയി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക, അത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് അദ്ദേഹം തോന്നുകയാണ്. കാരണം അതിനുള്ളൊരു നല്ല എക്കോസിസ്റ്റം അന്ന് US ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പോയി SIP2 എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഈ SIP2 എന്ന് പറയുന്നത് അന്നത്തെ ലോക്കൽ കമ്പനികളൊക്കെ ലിസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓൺലൈൻ ഡയറക്ടറി ആയിരുന്നു. പിന്നീട് 1999 അദ്ദേഹം SIP2 എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കമ്പനി വിൽക്കുകയാണ്. അതിലൂടെ ഏകദേശം $30 മില്യൺ അദ്ദേഹം ഏൺ ചെയ്തത്. അതിനുശേഷം ആ വർഷം തന്നെ X.com എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് ഗേറ്റ്വേ കമ്പനി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതാണ് പിന്നീട് പേപാൽ എന്ന് പറയുന്ന ലോകപ്രശസ്തമായ കമ്പനിയായി മാറിയത്. 2002 ആകുമ്പോഴത്തേക്ക് അദ്ദേഹം പേപാലും വിൽക്കുകയാണ്. അതിലൂടെ ഏകദേശം $180 മില്യൺ അദ്ദേഹം ഏൺ ചെയ്തു. അന്നത്തെ കാലത്ത് $150 മില്യൺ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം അദ്ദേഹത്തിന്റെ ലൈഫ് ലോങ് അദ്ദേഹത്തിന് വളരെ ലാവിഷായിട്ട് ജീവിക്കാനുള്ള സ്വത്തുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം തെരഞ്ഞെടുത്ത വഴി ഈ പൈസ ഫുൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഡ്രീം പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നതായിരുന്നു. അങ്ങനെ 2002 SpaceX എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, അപ്പോൾ ബേസിക്കലി അദ്ദേഹം ഒരു
സ്പേസ് സ്പെഷ്യലിസ്റ്റോ സയന്റിസ്റ്റോ ഒന്നും അല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഓൺ ഇൻട്രസ്റ്റിൽ അദ്ദേഹം ഈ ഒരു ടെക്നോളജിയെ പറ്റി പഠിക്കുകയും അങ്ങനെ അദ്ദേഹം സ്പേസ് എക്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത്. അന്നത്തെ കാലത്ത് നമ്മൾ വലിയ സാറ്റലൈറ്റുകളൊക്കെ സ്പേസിലേക്ക് വിടുമ്പോൾ മിക്കവാറും റോക്കറ്റുകൾ പോകുന്നതിന് മുമ്പ് തന്നെ തകരും. അഥവാ അങ്ങെത്തിയാൽ തന്നെ ഈ റോക്കറ്റുകൾ താഴെ കടലിൽ വീണ് നശിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സ്പേസ് എക്സിന്റെ ഐഡിയ എന്ന് പറയുന്നത് തന്നെ റീയൂസബിൾ റോക്കറ്റുകൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അന്ന് ആർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഒന്നും അല്ലായിരുന്നു എങ്കിൽ പോലും ഒരു 10% ചാൻസേ ഉള്ളായിരുന്നു അതിന്റെ സക്സസ് റേറ്റ് എന്നാണ് എലോൺ മസ്ക് തന്നെ പറയുന്നത്. എങ്കിലും അദ്ദേഹത്തിന് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം അങ്ങനെ 2004 ടെസ്ല എന്ന ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, ടെസ്ല എന്ന് പറയുന്നത് ഒരു വലിയ റെവല്യൂഷൻ ആയിരുന്നു. അല്ലെ, അതുവരെ നമ്മൾ കണ്ട ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ രീതിയേ അല്ലായിരുന്നു. കംപ്ലീറ്റ് ഒരു വലിയ ചേഞ്ച്, വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ ഉണ്ടായത്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ടെസ്ല എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇലക്ട്രിക്കൽ കാർ കമ്പനി മാത്രമല്ല, അവിടെ അത് ഒരു എനർജി കമ്പനിയാണെന്നാണ് പറയുന്നത്. കാരണം അവിടെ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല, അവിടെ പല വിങ്ങുകളുണ്ട്. ഒരു കംപ്ലീറ്റ് എക്കോസിസ്റ്റം തന്നെയാണ് അവരവിടെ ബിൽഡ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒപ്റ്റിമസ് എന്ന് പറയുന്ന റോബോട്ട്സ്, ഒരുപാട് റോബോട്ട്സുകളുടെ റിസർച്ചുകളും ഡെവലപ്മെന്റും നടക്കുന്നുണ്ട്. പിന്നെ ഓട്ടോണമസ് കാറിന്റെ, തനിയെ സെൽഫ് ഡ്രൈവിംഗ് കാറുകളുടെ റിസർച്ചുകളും അതിന്റെ ടെസ്റ്റും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് സിസ്റ്റം, കാരണം ഈ കാറുകളിലൊക്കെ ആയാലും ഒരുപാട് മെമ്മറി, ബാറ്ററി റിസർച്ചുകളും അതിന്റെ വളരെ നേരെ ചാർജ് ചെയ്ത് ഓടാവുന്ന രീതിയിലുള്ള റിസർച്ച്, ബാറ്ററികൾ കണ്ടുപിടിക്കുന്ന റിസർച്ചുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ വിങ്ങുകളുണ്ട്. സോളാർ എനർജി ഉപയോഗിച്ച് എങ്ങനെ ഇത് റൺ ചെയ്യാന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ പല ഡിവിഷനുകളിൽ ഈ ടെസ്ല എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ കീഴിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ സ്പേസ് എക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, സ്പേസ് എക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന റോക്കറ്റുകൾ മാത്രം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനികളല്ല. അതിന്റെ കീഴിൽ തന്നെ പല വിങ്ങുകളുണ്ട്. അതിനുശേഷം 2016 ആകുമ്പോഴത്തേക്കും ന്യൂറാലിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനെയും നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ ലാപ്ടോപ്പിനെയും മൊബൈലിനെയൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള റിസർച്ചുകളൊക്കെയാണ് അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ വർഷം തന്നെ ദ ബോറിംഗ് കമ്പനി എന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതായത് ഈ സിറ്റി ടു സിറ്റി കണക്ട് ചെയ്യാൻ ടണലുകളൊക്കെ ഉണ്ടാക്കുന്ന, മിഷനറീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 2022 അദ്ദേഹം ട്വിറ്റർ എന്ന കമ്പനി ഏറ്റെടുക്കുന്നത്. നിങ്ങൾക്കറിയാം, അതിനെ വീണ്ടും അദ്ദേഹം റീനെയിം ചെയ്തു x.com എന്നാക്കി. അതിനുശേഷം 2023 XAI എന്ന് പറയുന്ന ഒരു AI കമ്പനി സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്കറിയാം, ഗ്രോക്ക് എന്ന് പറയുന്ന LLM ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ പലയിടത്തും ഡാറ്റാ സെന്ററുകളും മറ്റും ഒക്കെ ബിൽഡ് ചെയ്യുന്നതും ഈ പറയുന്ന XAI എന്ന കമ്പനിയാണ്. അതേപോലെ തന്നെ സ്പേസ് എക്സ് എന്ന് പറയുന്നത് ഒരൊറ്റ കമ്പനിയല്ല, അതിൽ തന്നെ പല ഡിവിഷനുകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന അവരുടെ ബിസിനസ് ആണ്. നിങ്ങൾക്കറിയാം, അത് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ അവരുടെ ബിസിനസ് ഉണ്ട്. അതിനുശേഷം അവരുടെ സ്റ്റാർ ഷീൽഡ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഉണ്ട്. അത് അവിടുത്തെ ആർമിക്കും ഡിഫൻസിനൊക്കെ മാത്രം സാറ്റലൈറ്റ് സർവീസ് കൊടുക്കുന്ന ഒരു വിങ്ങാണ്. അതിനുശേഷമാണ് സ്റ്റാർഷിപ്പ് ഉള്ളത്. സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ പറയുന്ന റീയൂസബിൾ റോക്കറ്റ് ആണ് അതിന്റെ വിങ്. അത് പല സക്സസ്ഫുൾ മിഷനുകളൊക്കെ ഓൾറെഡി തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഉണ്ട്. അത് നമ്മുടെ ഈ സ്പേസിലേക്കൊക്കെ പോകുന്ന നമ്മുടെ ആസ്ട്രോണട്സിനെ ക്യാരി ചെയ്യുന്ന ക്യാപ്സൂളുകൾ ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതൊക്കെ ചേർന്നതാണ് എലോൺ മസ്കിന്റെ സാമ്രാജ്യം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, മനുഷ്യരാശിയെ മാർസിലേക്ക്, അതായത് ചൊവ്വയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ കാണുന്നതെല്ലാം. അതായത് സസ്റ്റൈനബിൾ എനർജി എന്ന് പറയുമ്പോൾ സോളാറും മറ്റു രീതിയിലൂടെ എനർജി ഉണ്ടാക്കുക, സ്പേസിലേക്ക് പോകാനുള്ള റോക്കറ്റ്, അതിനുവേണ്ടിയുള്ള ക്യാപ്സൂളുകൾ, നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ജീവിക്കേണ്ട എനർജി സോഴ്സസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അവിടെ ഓട്ടോണമസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ആദ്യമേ റോബോട്ടുകളെ വിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള റോബോട്ടുകൾ, അതിന് സ്വന്തമായിട്ട് എനർജി ബിൽഡ് ചെയ്യാനുള്ള സോളാർ സംവിധാനങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇന്ന് ഭൂമിയിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അടുത്ത 20-30 വർഷത്തിനകത്ത് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ സാധൂകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു വീഡിയോ ചെയ്തു വന്നപ്പോൾ പ്രതീക്ഷിച്ചതിലും കുറച്ച് ലെങ്തി ആയിപ്പോയി. അതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ടാണ് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് അടുത്ത ആഴ്ച തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. കാണാൻ മറക്കരുത്. തീർച്ചയായിട്ടും പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ, എലോൺ മസ്ക് വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്.
ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും ക്ലെയിം ചെയ്യാൻ പറ്റാത്തത്ര അച്ചീവ്മെന്റ് ആണ് ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏലിയൻ ആണോ അല്ലെ ഒരു അന്യഗ്രഹ ജീവിയാണോ എന്ന് പോലും സംശയിക്കുന്ന പലരുമുണ്ട്. ഇന്ന് ഏകദേശം 10ഓളം കമ്പനികളുടെ ഫൗണ്ടർ അല്ലെങ്കിൽ കോ ഫൗണ്ടർ ആണ് അദ്ദേഹം. അതേപോലെ ലോകത്തെ ഏറ്റവും വലിയ 10 കമ്പനികളിൽ 2 സിഇഒ കൂടിയാണ്. നിങ്ങൾക്കറിയാം, ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും. അതേപോലെ ലോകത്തെ ആദ്യത്തെ ട്രില്യനർ ആണ്. അങ്ങനെയൊക്കെ തന്നെ ഇദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും വളരെ തികഞ്ഞ വ്യത്യസ്തനാണ്. ഇനി അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ സക്സസിന്റെ സീക്രട്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഏതൊരു പ്രോബ്ലത്തെയും ഒരു ഫിസിക്സിന്റെ ഫ്രെയിം വർക്കിൽ നിന്ന് കാണണം എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റുള്ളവർ പറയുന്നതോ അല്ലോ ഗസ് വർക്കുകളോ ഒന്നുമല്ല. ഏതൊരു പ്രോബ്ലത്തെയും ഒരു സയന്റിസ്റ്റിന്റെ മൈൻഡോടെ അനാലിസിസ് നടത്തുകയും അതിനെ റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയും വീണ്ടും ടെസ്റ്റ് നടത്തുകയൊക്കെ ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കാലത്ത് ഇലക്ട്രിക് കാറുകൾ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു, അത്രത്തോളം സക്സസ്ഫുൾ അല്ല, അത്രത്തോളം സ്റ്റോറേജ് ഇല്ല, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തപ്പോൾ അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ട് ഇത് എക്സ്പെൻസീവ് ആവുന്നുണ്ട്, എവിടെയാണ് പ്രോബ്ലം ഉള്ളത്, ബാറ്ററി ആണോ റീബിൽഡ് ചെയ്യേണ്ടത്, മോട്ടോറാണോ റീബിൽഡ് ചെയ്യേണ്ടത്. അങ്ങനെ ആ ഒരു ലെവലിൽ നിന്ന് അദ്ദേഹം ബിൽഡ് ചെയ്ത് വരികയും ഇന്നുള്ള ടെസ്ല എന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രോഡക്റ്റ് അദ്ദേഹത്തിന്റെ കമ്പനി ബിൽഡ് ചെയ്തെടുക്കുകയും ചെയ്തു. അതേപോലെ അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ്. അതായത് ഈ പറഞ്ഞതുപോലെ ഏത് പ്രോബ്ലത്തെയും അതിന്റെ ഡിഫറെന്റ് ബ്ലോക്കുകളായിട്ട് ബിൽഡ് ചെയ്യുകയും അതിന്റെ ഡീപ്പ് ലെവലിൽ പോയി അതിന്റെ പ്രോബ്ലം അനാലിസിസ് നടത്തുകയും ഫ്രഷ് ആയിട്ട് അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണുമ്പോൾ ബൈ, താങ്ക് യു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നുള്ള ടെസ്ലയുടെ ഒരു റോക്കറ്റ് പണ്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ ഏകദേശം $500 million സ്പെൻഡ് ചെയ്യണമായിരുന്നു. കാരണം നാസ ആകട്ടെ, ഇന്ന് നമ്മുടെ ഇസ്രോ ആകട്ടെ, നമ്മളൊക്കെ പല പാർട്സുകൾ പല കമ്പനികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് ബിൽഡ് ചെയ്ത് അസംബിൾ ചെയ്ത് ബിൽഡ് ചെയ്യുമ്പോൾ അതിന്റെ എക്സ്പെൻസ് വളരെയേറെ കൂടുതലാണ്. പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് ഈ ഒരു റോക്കറ്റ് എന്തുകൊണ്ട് എക്സ്പെൻസീവ്, എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്, അത് എവിടെ നിന്ന് കിട്ടുന്നു, അതിന് എന്ത് കോസ്റ്റ് ആവും, ആ റൂട്ട് ലെവലിലേക്ക് അദ്ദേഹം പോവുകയും അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഏകദേശം 80% 90% അതിന്റെ കോസ്റ്റ് കട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുകയും അപ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള റോക്കറ്റുകൾ ബിൽഡ് ചെയ്യുവാനും അദ്ദേഹത്തിന്റെ കമ്പനിക്ക് കഴിയും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മുടെ ലൈഫിൽ, നമ്മുടെ കുട്ടികളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ അവരെ പഠിപ്പിക്കുക. ഏത് പ്രോബ്ലത്തെയും മറ്റുള്ളവർ എന്ത് ചെയ്തു, മറ്റുള്ളവർ എന്ത് അഭിപ്രായം പറയുന്നു എന്നല്ല, അതിന്റെ റൂട്ട് ലെവലിൽ പോയി അതിന്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലാക്കി അവിടെ നിന്ന് ഫിക്സ് ചെയ്ത് കൊണ്ടുവരാമെങ്കിൽ വളരെ ഇന്നോവേറ്റീവായ പ്രോഡക്റ്റുകൾ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണുമ്പോൾ ബൈ, താങ്ക് യു.